ഹായ്, നമ്മളൊരു റീസ്റ്റോക്ഡ് കാറ്റലോഗുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പ്രീമിയം പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കിൽ ബോട്ടും ആൻഡ് ഇന്നറും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഓൺ ഡിസൈൻ തന്നെയാണ്. ഇതിൽ ഇത്തവണ വന്നപ്പോൾ ഒരു ചെറിയ ചേഞ്ച് ആണ്. ഞാൻ ഫസ്റ്റ് വന്ന ഡിസൈനിൽ അതായത് ദാമൻ ബോർഡർ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ്. ചെറിയതുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കൊരു സ്ക്വയർ പോലത്തെ ഒരു വർക്കും കൂടെ വരുന്നുണ്ട്. ഇതിൽ പുതിയ ഡിസൈൻ വന്നതിൽ ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ആ സ്ക്വയർ ഇല്ല, അല്ലാത്തൊരു വർക്ക്, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. രണ്ടും ഡീറ്റെയിലിംഗ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ടൈം നമ്മൾ ഈ ഡിസൈൻ കാണിച്ചപ്പം അതിൽ അന്ന് തികയാതെ വന്നപ്പം നമ്മൾ ഈ ഡിസൈൻസ് ഒന്നും ഇപ്പം പ്രീ ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. അപ്പം ബാലൻസ് എല്ലാ കളേഴ്സും അവൈലബിൾ അല്ല, ഉള്ളതെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഡിസൈൻസ് വന്നേക്കുന്നത്. അത് ചെറിയ ചേഞ്ച് ഉള്ളു, അങ്ങനെ ഡിസൈൻ മനസ്സിലാകാനുള്ള ഒരു ചേഞ്ച് ഇതിൽ വന്നിട്ടില്ല. ബോട്ടും ആൻഡ് ഇന്നറും ഒക്കെ ഉണ്ട്. അപ്പം ഫസ്റ്റ് കളർ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം ഈ ഒരു ടീൽ ബ്ലൂ കളർ, ഇതാണ് എൻ്റെ ഡീറ്റെയിലിംഗ് വന്നേക്കുക. ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ദുപ്പട്ടയിലും ഫുള്ളി വർക്ക്സ് ആണ്, ഫുൾ ആ ഒരു സ്റ്റിക്കർ വർക്ക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. അടുത്ത ഷെയ്ഡ് ഇതൊന്നും വീഡിയോയിൽ അത്രയും മനസ്സിലാവില്ല. ഈ കളറൊക്കെ വളരെ റയർ ആയിട്ട് ചെയ്യുന്നൊരു ഗ്രീനിന്റെ ബേസ് ഉള്ള, ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു ഒലിവ് ഗ്രീനിന്റെ ബേസ് ഉള്ള ടൈപ്പ് ഒരു ഷെയ്ഡാണ്. അതായത് കുറച്ചും കൂടി ഒരു ഗ്രേ മിക്സും കൂടെ വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇത് ദാമൻ ബോർഡർ, ബാക്കി പോർഷൻസ് ഫുള്ളും ഇതുപോലെ സ്റ്റിക്കർ വർക്ക് പാറ്റേൺ ആണ്. നമുക്ക് 2.6 ലെങ്ത് വരുന്നുണ്ട് ഇതിൽ. അപ്പം ഇങ്ങനെ വരും. എൻ്റെ ദാമൻ വന്നിട്ട് നല്ല, ഇത് വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണാനുണ്ടോ ലുക്കിൽ, നേരിട്ട് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ഷോപ്പിൽ നിന്നും സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഡിസൈനാണ്. വീഡിയോയിൽ ഇത്രയും ആ റിച്ച്നെസ് ഒന്നും വീഡിയോയിൽ വരുന്നില്ല ഈ ഫാബ്രിക്കിൻ്റെ. ഇത് നല്ല പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ്. ദുപ്പട്ടയിൽ വരുമ്പോഴും ബോത്ത് ബോർഡേഴ്സിലും വർക്ക് സ്കാലപ്ഡ് ആണ്, ബാക്കി പോർഷൻസിലും ഫുള്ള് വർക്ക്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇത് ഒരു ഗ്രീൻ ബേസ് ആയിട്ട് നിൽക്കുന്നത്. അത് മുന്നേ കണ്ട് ഇച്ചിരൂടെ ഡാർക്ക് ഒരു ടസ്റ്റി ടൈപ്പ് ഷെയ്ഡും, ഇത് ഇച്ചിരൂടെ തെളിച്ച് നമുക്കൊരു ഗ്രീനിന്റെ ബേസ് ആണെന്ന് മനസ്സിലാവുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ്. ബാക്കി ഡീറ്റെയിലിംഗ് സെയിം വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. എനിക്കൊന്ന് ഇതിലെ ഈ കളേഴ്സൊക്കെ എനിക്കൊന്ന് പുതിയ ഷെയ്ഡ്സ് ആണ്. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഏത് ഷെയ്ഡ്സാണ് ലാസ്റ്റ് ടൈം കൊണ്ടുവന്നത്. രണ്ട് ഡിസൈൻസിൽ, അപ്പം പുതിയ കളേഴ്സ് ആണെന്ന് തോന്നുന്നില്ല. ഇതൊരു ഓർക്കിഡിന്റെ ആ ഒരു ബേസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ അത് ചുമ്മാ ഇങ്ങനെ റഫ് ചെയ്തെന്നോ അല്ലെങ്കിൽ വാഷ് ചെയ്തെന്നോ പറഞ്ഞ് പോവുകയല്ല, നല്ല ഇതായിട്ടാണ് അത് പെർമനൻ്റ് ആയിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഫാൻസി ഐറ്റം ആണെങ്കിലും അങ്ങനെ പെട്ടെന്ന് പോകുമൊന്നുമില്ല. നല്ല പ്രീമിയം ഫാബ്രിക്കാണ്. 1495 പ്രൈസ്. ഇത് ബ്ലൂ അല്ല കേട്ടോ, വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ്. നേരിട്ട് വരുമ്പം നല്ല നമ്മൾ പീക്കോക്ക് ഗ്രീൻ്റെ ഒരു ബേസാണ്, എന്നാലും അതിലും കുറച്ചും കൂടി ഒരു തെളിച്ചമുണ്ട്. ഇതിന് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. എപ്പോഴും കാണുന്ന പീക്കോക്ക് ഗ്രൂ അല്ല, അതിനും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് ഇത് കാണാൻ. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് ഈ ഒരു റീസ്റ്റോക്ക് കാറ്റലോഗിൽ വന്നിരിക്കുന്നത്. ഇതിൽ മൈന്യൂർ ആയിട്ടുള്ളൊരു ചേഞ്ചേ ഉള്ളൂ. ഈ യോക്കിൽ വന്നിരിക്കുന്ന ആ പാറ്റേണിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളൂ. അങ്ങനെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഡിഫറൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. 1495 ആണ് പ്രൈസ് വന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ. അപ്പം ചില കളറിൽ ഓൾറെഡി കാണിച്ച ഡിസൈൻസും കയറിയിട്ടുണ്ട്. അപ്പം വാട്സപ്പ് വഴിയോ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. താങ്ക് യു.